ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് നിയമസഭയിൽ തിളച്ചുമറിയുകയാണ്. LDF സർക്കാരും CPM-ഉം ഇതിൽ നിന്ന് ഒളിച്ചോടാൻ അടവുകൾ ഏറെ പയറ്റുന്നുണ്ടെങ്കിലും ഒന്നും ഫലം കാണുന്നില്ല. സ്പീക്കർ സർക്കാരിനെ വെളുപ്പിക്കാൻ പഠിച്ച പണി 18-ഉം പയറ്റുന്നുണ്ട്. എന്നാൽ സ്വർണ്ണക്കൊള്ള എന്ന തീർത്താ തീരാത്ത ശാപം സഭയ്ക്കുള്ളിൽ LDF-നെ കുഴപ്പിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഓരോ വാക്കുകളും ഇടുത്തിയായിട്ടാണ് മുഖ്യമന്ത്രിക്കും സ്പീക്കറിനും നേരെ പാഞ്ഞു വീഴുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഉരുണ്ടുകളിക്കുന്ന ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെയും നടപടി എടുക്കാത്തോളം കാലം UDF സഭയിൽ പ്രതിഷേധം തീർക്കും. സഭാ നടപടികൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് സ്പീക്കർ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. സതീഷിന്റെ വാക്കുകളാണ് ഈ പറഞ്ഞത്. സതീശൻ പറഞ്ഞതിരുന്നതിന് പിന്നാലെ UDF ഒറ്റക്കെട്ടായി സഭ നടുത്തളത്തിലേക്ക് ഇറങ്ങി. സ്പീക്കർ MN ഷംസീറിനെ വളഞ്ഞു. മടിയിൽ കനമുണ്ട്. സ്വർണം കട്ടു തുടങ്ങിയ പ്ലക്കാർഡുമായി UDF നേതൃത്വം സഭയിൽ പ്രതിഷേധം തീർത്തിട്ടുണ്ട്. പിന്നാലെ പോറ്റിയെ കയറ്റിയെന്ന പാട്ടുപാടിയാണ് UDF നേതാക്കൾ സഭയിൽ താണ്ഡവമാടിയത്. ഈ സമയം ഒരു അക്ഷരം പോലും ഉരിയാടാതെ സഭയ്ക്കുള്ളിൽ തല താഴ്ത്തിയിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ പ്രകടനത്തിന്റെ വീഡിയോ ചേർക്കുന്നു, കണ്ടു നോക്കാം. ഇപ്പോഴുള്ളതിനേക്കാൾ 3544 കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാകും എന്നാണ് കണക്കാക്കുന്നത്. ഇന്നത്തെ നിലയിൽ നടപ്പാക്കണമെങ്കിൽ. Thank you. Shri TJ Vinod, not in the seat. Submission. Shri Eldos Kunnapalli, not in the seat. Shri Chandrasekharan, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. യെസ്. പോയിന്റ്. ഞാനിവിടെ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന സബ്മിഷൻ ആസ്തി വികസന ഫണ്ടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലത്തെ സ്കൂൾ ബസ്സുകൾക്ക് അനുവദിച്ചിട്ടുള്ള ഫണ്ട് യഥാസമയം ലഭിക്കാത്തത് സംബന്ധിച്ചാണ്. സാധാരണ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട് 1-2 വർഷങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ കൊടുത്താൽ മതിയാവും. എന്നാൽ നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങൾക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള ബസ്സുകൾ വാങ്ങാൻ കഴിയണമെങ്കിൽ അലോട്ട്മെൻറ്റ് നേരത്തെ തന്നെ ലഭിച്ചാൽ മാത്രമേ സാധ്യമാവൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ 23-24 സാമ്പത്തിക വർഷത്തെയും 24-25 സാമ്പത്തിക വർഷത്തെയും ഇപ്പോഴത്തെ ഈ പുതിയ സാമ്പത്തിക വർഷത്തെയും ഫണ്ടിൽ ബസ്സുകൾ അനുവദിച്ചു കൊടുക്കുന്നത് എൻ്റെ നിയോജക മണ്ഡലത്തിൽ മാത്രം അനുവദിച്ച 20 ബസ്സുകളുടെ കാര്യത്തിൽ ഇപ്പോൾ 4 ബസ്സുകളുടെ മാത്രമാണ് അനുവദിക്കുന്നത്. അവശേഷിക്കുന്ന ബസ്സുകളുടെ കൂടി വരാൻ പോകുന്ന പുതിയ വിദ്യാഭ്യാസ വർഷത്തിന് മുമ്പായി ലഭ്യമാക്കാൻ ആവശ്യമായ തരത്തിലുള്ള നടപടി ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാം. സാർ, അത് ഈ കാര്യം പരിശോധിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതിന്റെ കൺസേൺ വളരെ ഗൗരവമായിട്ട് വീണ്ടും വിളിച്ച് സംസാരിക്കാം. അഡ്വാൻസ് ആയിട്ട് പണം കൊടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഒന്നുകൂടി ഇടപെടാം. ഈ വിശദമായ മറുപടി ശ്രീ PC വിശ്വനാഥ്, നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ അനൂപ് ജേക്കബ്, നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ KK രാമേന്ദ്രൻ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, വകുപ്പ് മന്ത്രി. സാർ, തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലെ 6 നിയോജക മണ്ഡലങ്ങളിൽ പെട്ട എൻ്റെ നിയോജക മണ്ഡലമായ പുതുക്കാട് നിയോജക മണ്ഡലം ഉൾപ്പെടെയുള്ള 22 ഗ്രാമപഞ്ചായത്തുകളിൽ എൻ്റെ നിയോജക മണ്ഡലത്തിലെ മറ്റത്തൂർ, പറപ്പൂക്കര ഉൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്തുകളിലെ ജലസേചനത്തിനും കുടിവെള്ളത്തിനും വേണ്ടി ജനങ്ങൾ ആശ്രയിക്കുന്ന ഏക പദ്ധതിയായിട്ടുള്ള ചാലക്കുടി പുഴയെ നീരൊഴുക്ക് നിലനിർത്തിക്കൊണ്ട് നടത്തുന്ന റിവർ ഡൈവേർഷൻ പദ്ധതി ചാലക്കുടി പുഴയിലെ നീരൊഴുക്ക് നിയന്ത്രിക്കുന്നതാണ്. അവിടുത്തെ ജനറേഷൻ ക്രമീകരിച്ച് ആവശ്യമായ ജലം ചാലക്കുടി പുഴയിൽ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ജലനിരപ്പ് കുറഞ്ഞതിൻ്റെ ഭാഗമായി ഇടതുകര വലതുകര കനാലിലൂടെയുള്ള വെള്ളം കുറഞ്ഞിരിക്കുകയാണ്. ആ വെള്ളം എത്തിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ ഈ സബ്മിഷനിലൂടെ ഉന്നയിക്കുകയാണ്. ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി, ആൻസർ ടേബിൾ ചെയ്താൽ മതി. യെസ്.